ചില വൈദികരുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരപരിപാടികളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് സമൂഹം ജാഗ്രത പുലർത്തണമെന്ന് സീറോ മലബാർ മീഡിയ കമ്മീഷൻ. സമരങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമെന്ത് എന്ന തലക്കെട്ടിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിലായിരുന്നു പരാമർശം. ആരാധനാക്രമത്തെ സംബന്ധിച്ച അഭിപ്രായ വ്യത്യാസങ്ങൾ സീറോ മലബാർ സഭയെ ദുർബലപ്പെടുത്തുന്നു എന്ന തിരിച്ചറിവിലാണ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ആരാധനയിൽ ഐകരൂപ്യം വരുത്താൻ 1999 തീരുമാനം നടപ്പിലാക്കാനുള്ള പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനം സീറോ മലബാർ സഭ സ്വീകരിച്ചത്. 34 രൂപതകളിലും അത് നടപ്പായി. തങ്ങൾ പരിചയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ചില രീതികൾ സ്വീകരിക്കേണ്ടി വന്നെങ്കിലും 95% വൈദികരും സന്യസ്തരും എളിമയോടും വിധേയത്വത്തോടും കൂടി പരിശുദ്ധ പിതാവിന്റെ ആഹ്വാനം സ്വീകരിച്ചു. ആ രൂപതകളിലെല്ലാം സമാധാനത്തോടെ ദൈവജനം ആരാധനയിൽ പങ്കുചേരുന്നു. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വിഭാഗം വൈദികർ കഴിഞ്ഞ 3 വർഷങ്ങളായി അനുസരണവ്രതം ലംഘിച്ചും സഭയുടെ ഘടനയെ വെല്ലുവിളിച്ചും സമരങ്ങൾ നടത്തുന്നത് ദുഃഖകരമാണ്. ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്ത തങ്ങളുടെ അതിരൂപതയെ ക്രമസമാധാന പ്രശ്നങ്ങളിൽ നിന്നും നിയമയുദ്ധങ്ങളിൽ നിന്നും വിമോചിപ്പിക്കുന്നതിന് പകരം അനേകർക്ക് വിശ്വാസ പ്രതിസന്ധിയുണ്ടാക്കിയും ഉതപ്പ് നൽകിക്കൊണ്ടും ചില വൈദികരുടെ നേതൃത്വത്തിൽ നടത്തുന്ന സമരപരിപാടികളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് സമൂഹം ജാഗ്രത പുലർത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന വാക്കുകളോടെയാണ് സീറോ മലബാർ മീഡിയ കമ്മീഷന്റെ പ്രസ്താവന അവസാനിക്കുന്നത്. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.